നമസ്കാരം. ഇന്ന് നമ്മൾ ഈജിപ്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കാണാൻ പോകുന്നത് പിരമിഡുകളോ ഫറവോമാരുടെ പഴയ കഥകളോ അല്ല. പകരം ഇന്നത്തെ ഈജിപ്തിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് കൾച്ചർ ഷോക്ക് ഈജിപ്ത് എന്ന ഈ ഗൈഡാണ്. ഈജിപ്ത് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് എന്താണ്? ഉറപ്പായും ഇതായിരിക്കും അല്ലേ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായ ഒരു സംസ്കാരത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ഈ സ്മാരകങ്ങൾ. പക്ഷേ ആധുനിക ഈജിപ്തിലെ യഥാർത്ഥ ജീവിതം അത് പോസ്റ്റ് കാർഡുകളിൽ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. എപ്പോഴും ബഹളവും തിരക്കും നിറഞ്ഞ, അതേസമയം വളരെ സജീവമായ, കുറച്ച് സങ്കീർണമായ ഒരനുഭവമാണത്. അപ്പോ എന്തൊക്കെയാണ് ആധുനിക ഈജിപ്തിലെ ഈ എഴുതപ്പെടാത്ത നിയമങ്ങൾ? നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം അല്ലേ? ആദ്യം തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ഒരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി അവിടുത്തെ യഥാർത്ഥ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് തുടങ്ങാം ഈജിപ്തിലെ തെരുവുകളിൽ നിന്ന്. ആദ്യമായി അവിടെ ചെല്ലുന്ന ഒരാളെ അമ്പരപ്പിക്കുന്ന, എന്നാൽ കൗതുകം ജനിപ്പിക്കുന്ന ആ തെരുവുകളിൽ നിന്ന് തന്നെ. ഈജിപ്തിൽ പോയി സ്വന്തമായി വണ്ടി ഓടിക്കാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഈ ഗൈഡ് തരുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എഗ്രസീവ് ഡ്രൈവിംഗ് ശീലമില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്ന് തന്നെയാണ്. അവിടുത്തെ ട്രാഫിക്കിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. അത് ഒരിടത്തും എഴുതിവെച്ചിട്ടുമില്ല. ഇനി ഹോണുകളുടെ കാര്യം വളരെ രസകരമാണ്. അതൊരിക്കലും വെറുമൊരു ശബ്ദമല്ല, സത്യത്തിൽ അതൊരു ഭാഷയാണ്. ഡ്രൈവർമാർ തമ്മിൽ സംസാരിക്കുന്ന വളരെ കൃത്യമായ നിയമങ്ങളുള്ള ഒരു ആശയവിനിമയ രീതി. ഇനി ഇതാ മറ്റൊരു പ്രധാന വ്യത്യാസം. നമ്മളീ പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ ഈജിപ്തിലെ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെയൊരു ആശയം ഏതാണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. ആളുകൾ വളരെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും. ട്രാഫിക്കും ആളുകളുടെ ബഹളവും മാത്രമല്ല, ഈജിപ്തിലെ ഓരോ ദിവസവും ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ്. പുലർച്ചെ 4:30-ക്കുള്ള ബാങ്ക് വിളിയിൽ തുടങ്ങി കടകളിൽ നിന്നും കഫേകളിൽ നിന്നും എപ്പോഴും കേൾക്കുന്ന സംഗീതം വരെ, ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ശരി, നമുക്ക് തെരുവുകളിലെ ബഹളങ്ങളിൽ നിന്ന് മാറി ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് പോകാം. അവിടെ കുടുംബം, അഭിമാനം, ബന്ധങ്ങൾ എന്നിവയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ഈജിപ്ഷ്യൻ സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കുടുംബമാണ് എല്ലാത്തിനും മുകളിൽ. പിന്നെ പുറമേ കാണുന്ന രൂപത്തിനും വൃത്തിക്കും അവർ വലിയ വില കൽപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി മുതിർന്നവരോടുള്ള ബഹുമാനം. ഇനി പൊതുസ്ഥലത്ത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാവുന്ന, പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാഴ്ചയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കാര്യമാണ്. ഈ ഗൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാർ കൈകോർത്തു പിടിക്കുന്നത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. അതിനപ്പുറം മറ്റൊരർത്ഥവും അതിന് കൽപ്പിക്കേണ്ടതില്ല. നിങ്ങളെ ഒരു സുഹൃത്തായി, തുല്യനായി അംഗീകരിച്ചു എന്നതിന്റെ ഒരു സൂചനയാണത്. ഈ പരമ്പരാഗത രീതിക്ക് ഇപ്പോൾ പഴയത്ര പ്രചാരമില്ലെങ്കിലും വിവാഹം പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും കുടുംബം എത്രത്തോളം ഇടപെടുന്നു എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണിത്. അപ്പോ ഈ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ദൈനംദിന ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള ചില പ്രായോഗികമായ ടിപ്സ് നോക്കാം. ഈജിപ്തിൽ പോയാൽ ആദ്യം പഠിക്കേണ്ട വാക്കുകളിലൊന്നാണ് ബക്ഷീഷ്. ഇത് വെറുമൊരു ടിപ്പല്ല. പലർക്കും ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കു പോലും അവരുടെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. ഇതൊരു സാമൂഹിക രീതി കൂടിയാണ്. അതുകൊണ്ട് ഈജിപ്തിലെ മാർക്കറ്റുകളിൽ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം: വിലപേശുന്നത് ഒരു വഴക്കിടലല്ല, അതൊരു തരം കളിയാണ്, ഒരു സോഷ്യൽ ഗെയിം. അതിനതിൻ്റേതായ ചില നിയമങ്ങളൊക്കെയുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഈജിപ്ഷ്യൻ വീട്ടിൽ നിന്ന് ഭക്ഷണത്തിന് ക്ഷണം കിട്ടിയാലോ? അവിടെ ഭക്ഷണമെന്നത് സ്നേഹത്തിന്റെയും ആതിഥ്യ മര്യാദയുടെയും പ്രകടനമാണ്. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വിളമ്പുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക. പ്ലേറ്റിലെ ഭക്ഷണം ബാക്കി വെക്കുന്നത് ഒരു നല്ല ശീലമായി അവർ കാണില്ല. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ചേർത്തുവെക്കുമ്പോൾ ഈജിപ്ത് എന്ന രാജ്യം എങ്ങനെയാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്? അത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ്. ശരിക്കും പറഞ്ഞാൽ 2 ലോകങ്ങൾ ഒരുമിച്ച് കാണുന്ന ഒരിടം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യവും അതേസമയം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ജീവിതവും. ഇവ രണ്ടും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഇന്നത്തെ ഈജിപ്ത്. അവസാനം ഈ എഴുതപ്പെടാത്ത നിയമങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഈജിപ്തിനെ കാണുന്നത്. അല്ലാതെ അവിടുത്തെ അമ്പലങ്ങളോ ശവകുടീരങ്ങളോ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. അപ്പോ
ഒരു ചോദ്യം ബാക്കിയാണ്. ഒരു രാജ്യത്തെ ശരിക്കും അറിയാൻ അതിന്റെ സ്മാരകങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ടതല്ലേ?